ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുക, സങ്കീർത്തകൻ 117 3 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും ചെറിയ സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും തന്നെ ഒരു സങ്കീർത്തനം സ്വന്തമാക്കുന്നത് നല്ലതാണ്. ധാരാളം പേർക്ക് പല സങ്കീർത്തനങ്ങളും കാണാതെ അറിയാം. എന്നാൽ ഇതുവരെ സങ്കീർത്തനങ്ങളൊന്നും പൂർണ്ണമായും പഠിക്കുവാൻ സാധിക്കാത്തവർക്ക് വളരെ എളുപ്പം പഠിക്കാവുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കേണ്ടതും എന്നും അനുവർത്തിക്കേണ്ടതുമാണ്. പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 117 ഇപ്രകാരം അവിടെ നമ്മൾ അരുളി ചെയ്യുന്നുണ്ട്. ജനപദങ്ങളെ നിങ്ങൾ കർത്താവിനെ പ്രകീർത്തിക്കും, ജനതകളെ നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രൈസ് ലോർഡ്. പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ജീവൻ നൽകിയ ദൈവത്തെ നാം സ്തുതിക്കാതെ നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയും? അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. സകലചരാചരങ്ങളും ജീവജാലങ്ങളുമെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ സൃഷ്ടികളുടെയും മകുടമാക്കി ഉയർത്തിയ മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കാതെ അവൻ്റെ കഴിവിൽ ആശ്രയിച്ച് ഭാഗ്യം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. സങ്കീർത്തകൻ വ്യക്തമായി പറയുകയാണ്, ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. കാരണം നമുക്ക് നൽകിയ നന്മകളെല്ലാം അവിടുത്തേതാണ്. നന്മയായവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവം മാത്രമാണ്. പ്രൈസ് ലോർഡ്. സ്നേഹമുള്ളവരെ, തുടർന്ന് പറയുകയാണ്, നമ്മോട് അവിടുത്തെ കാരുണ്യം, പ്രൈസ് ലോർഡ്, അവിടുന്ന് നമ്മോട് കാണിക്കുന്ന കാരുണ്യം പ്രബലമാണ്. അല്ലെങ്കിൽ നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം പ്രബലമാണ്. പ്രൈസ് ലോർഡ്. അത്രമാത്രം കാരുണ്യമാണ് അവിടെ നമ്മോട് കാണിക്കുക. എത്രയോ പ്രാവശ്യം നാം ദൈവത്തെ തള്ളിപ്പറഞ്ഞു നമ്മുടെ ജീവിതത്തിലൂടെ, സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി. എന്നിട്ടും അവിടുന്ന് നമ്മോട് തിരുവചനം പറയുകയാണ്, നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം പ്രബലമാണ്. തുടർന്ന് പറയുന്നു, അവിടുത്തെ കർത്താവിൻ്റെ വിശ്വസ്തത ശാശ്വതമാണ്. നമ്മളോട് കാണിക്കുന്ന വിശ്വസ്തത നിലനിൽക്കുന്നതാണ്. കർത്താവിൻ്റെ വിശ്വസ്തത നമ്മളെപ്പോഴും അവിടുത്തോടു കൂടിയും അവിടുന്ന് നമ്മുടെ കൂടിയുമാണ് എന്ന് ഓർക്കണം. അവിടുത്തെ വിശ്വസ്തത ശാശ്വതമാണ്. തുടർന്ന് പറയുക, ഹല്ലേലൂയ, ദൈവമേ അങ്ങേക്ക് സ്തുതി. യാഹ് എന്ന് പറയുമ്പോൾ യാഹ്വേ, ദൈവമേ എന്നാണ് അർത്ഥം. ഹല്ലേലൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്തുതിക്കുക എന്നാണ്. ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ലോർഡ്. 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. ഒന്ന് പറഞ്ഞത്, ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. രണ്ടാമത് പറഞ്ഞത്, ജനപദങ്ങളെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. മൂന്നാമതായി പറഞ്ഞത്, നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം പ്രബലമാണ്. നാലാമതായി പറഞ്ഞത്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ വിശ്വസ്തത, കർത്താവിൻ്റെ വിശ്വസ്തത ശാശ്വതമാണ്. ഹല്ലേലൂയ. 4 കാര്യങ്ങളാണ് നമ്മൾ പറയുക. ഈ 4 കാര്യങ്ങൾ എല്ലാ ദിവസവും അനുവർത്തിക്കുവാൻ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. ത്രിയേക ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.